എന്താടാ നമ്മള് നീ എന്തിനീ തങ്കം തങ്കം വിളിച്ചോണേ? നിനക്ക് അങ്ങോട്ട് എടുത്തിട്ടാലെന്താ കുഴപ്പം? അടുക്കളൊരു കാര്യം ചെയ്യാൻ തങ്കം തങ്കം കറി വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ കാര്യം ആര് നോക്കും? ചേട്ടാ അരി തീർന്നു. ആ അരി മാത്രമല്ല മുളകും മല്ലിപ്പൊടിയും ഒക്കെ തീർന്നിരിക്കുക. എന്തുവാ നീങ്ങൂലേ കനക? എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെയല്ലേ എടുത്തത്. നീ ഒരു കാര്യം ചെയ്യ്, ആ പറ്റ് ബുക്കും എടുത്തിട്ട് സഞ്ചി എടുത്തിട്ട് മധുവിൻ്റെ കടയിൽ പോയി അവിടുന്ന് സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങൾ അവിടെ നിന്ന് മേടിക്കും. ഞാൻ പോവാനോ? എന്താ കുഴപ്പം? തലവഴി ഞാൻ ഒഴിക്കും കേട്ടോ ചെറുക്കാ. ഒരു കാര്യത്തിനും എന്റെ ക്ലീറ്റോ ചേട്ടാ ഏട്ടൻ എന്നതിലെ അപ്പുറത്തെ കടയിൽ പോലും വിടാറില്ല. അത് അവൻ ശീലിപ്പിച്ച് വെച്ചേക്കണതിൻ്റെ കുഴപ്പം. അങ്ങനെയൊന്നും അല്ല, പെണ്ണുങ്ങൾ ഇത് ആണുങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂടെ വേണം. എൻ്റെ തങ്കം ഉണ്ടല്ലോ എത്ര പ്രാവശ്യമാണ് കടയിൽ പോണത്. അവൾ ഈ കടയിലേക്ക് പോയി വെയിലും കാറ്റും മഴയൊക്കെ കൊള്ളുകൊണ്ട് അവൾക്ക് എന്താ നല്ല ആരോഗ്യമുണ്ട്, നടന്ന് വ്യായാമം കിട്ടും. അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇതുവരെ ഇത്ര നാളും കൊറോണ ഒന്നും അവൾ അതിന് ചേച്ചി കടയിൽ പോയി സാധനം ഒന്നും മേടിക്കാറില്ല. തിരുമ്പ ഓടി എൻ്റെ അടുക്കളയിലോട്ടാണ് വരുന്നത്. അങ്ങനെ പറയരുത് കേട്ടോ. ഇവിടുത്തെ പണിയും ചെയ്യണം. എന്തൊക്കെ എന്നെ ഒന്ന് ക്ലീറ്റോ ചേട്ടനെങ്കിലും ഒന്ന് സഹായിച്ചുകൂടെ? എന്താളില്ലാതെ ഇതാണ് വർത്തമാനം പറയേണ്ടത്. കണക്ക് പറഞ്ഞു ഇവിടുത്തെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വമ്പം കോമഡിയാണ് നടക്കണേ. ഒരു 4 ദിവസം മുമ്പാണെങ്കിൽ ഡാഡി എന്തോ അമ്മയുടെ 2500 രൂപ എന്തോ എടുത്തെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കി അമ്മ ഇപ്പുറത്ത് വന്നു. ഇവിടെ വന്നു മാമിയും കൂടെ മുട്ട അടിയായി മാമി അടിച്ചെന്നൊക്കെ പറഞ്ഞ് മാമി അപ്പുറത്ത് വന്നു. അങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന ഇപ്പൊ രസമാണ്. ഇത് തന്നെ എന്റെ നേരം പോക്ക്. ആ സൂപ്പർ അല്ലേ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവണല്ലേ ഈ അടി? 4 ദിവസമായിട്ട്. അപ്പൊ ഈ 4 ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ നീ എന്താണ് അപ്പൂപ്പനെ വിളിച്ചു പറയാഞ്ഞേ? എന്തിനേ? ഇതിവിടെ സ്ഥിരം ഉണ്ടാവണല്ലേ. ആദ്യം അളിയനും ആയിരുന്നു, പിന്നെ നാത്തൂനും ആയിരുന്നു, പിന്നെ ഭർത്താവും ഭാര്യയായിട്ടും ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റിക്ക് അവർ ആംഗളും പെങ്ങളും കൂടെ അങ്ങ് തുടങ്ങി. ആംഗളും പെങ്ങളും എന്ന് പറഞ്ഞ ഏതാംഗളും പെങ്ങളും? ഇത്രയും നേരം കേട്ടില്ലേ അപ്പൂപ്പ? 2 സ്ഥലത്തും ഉണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ചോദിക്കണേ. എന്റെ പൊന്നോ, നീ ഏതോ വിചിത്ര ജന്മമാ. നീ മനുഷ്യനല്ല കേട്ടോ. എന്റെ ലില്ലി മാലാകയാണ്. എനിക്കതാ പറയാനുള്ളത്. എന്റെ ക്ലീറ്റോ ഇച്ചിരി കുടുംബം നോക്കൂല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനെ കൊണ്ട് ഇത്രയും തന്ത്രം എനിക്ക് ഉണ്ടായിട്ടില്ല. അയ്യോ പാല് മേടിച്ചു തരാലോ. എത്ര ദിവസം പറഞ്ഞ ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചിട്ട് മതിയെ. ഞാൻ പോവാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്നേനെ. എന്റെ മോളെ നിനക്ക് ഞാനൊരു അവാർഡ് തരുന്നുണ്ട്. എന്റെ ചേച്ചി ക്ലീറ്റോ ചേട്ടനോട് ജീവിക്കാൻ ഞാൻ 2 അവാർഡ് തരും. അത് തന്നെ ഞാനും പറഞ്ഞു. എനിക്ക്